ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കായ അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനിപ്പോൾ 6 ടേബിൾ സ്പൂൺ അവലെടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇതൊന്ന് ക്രിസ്പി ആവണം. നമ്മൾ കൈ കൊണ്ടൊന്ന് ഉടയ്ക്കുമ്പോഴത് പൊടിയണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതി വരെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇതൊരു 5-6 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തൊലിയുള്ള കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് റോസ്റ്റ് ചെയ്തിട്ട് തൊലി കളഞ്ഞിട്ട് എടുക്കണം. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഇങ്ങനത്തെ മേടിച്ചതാണ്. കടയിൽ നിന്ന് റോസ്റ്റ് ചെയ്തത് മേടിച്ചാലും ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ചെറുതായിട്ട് നിറമൊന്ന് മാറിയാൽ മതി. പച്ചക്കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ റോസ്റ്റ് ആകുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നിറമൊക്കെ കുറച്ചൊന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 2 എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഞാലിപ്പൂവൻ എടുത്തേക്കുന്നത്. പാളയംകോടനാണെങ്കിൽ അതെടുക്കാം. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള 2 ഗ്ലാസ്സിനുള്ള അളവിലാണ് ഞാൻ കാണിക്കുന്നത്. 3-3.5 ടേബിൾ സ്പൂണോ ചേർക്കുക. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. സ്പൂണോ ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ഇപ്പോൾ നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയും മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഗ്ലാസ്സിലോട്ടും ആദ്യമേ നമ്മൾ പഴവും പഞ്ചസാരയും ഉടച്ചില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കപ്പലണ്ടി റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടിട്ടുണ്ട്. അതുപോലെ അവൽ 2 ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് tutti frutti ഇടുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബൂസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട, കുഴപ്പമില്ല. ഇനി ബൂസ്റ്റിന് പകരം ഹോർലിക്സ് വേണമെങ്കിൽ അത് വിടാം. ഇനി ഇതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂണും കൂടെ കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഓരോ ടേബിൾ സ്പൂൺ അവൽ. ഇനി ഇതിലോട്ട് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കണം. നല്ല തിക്കായിട്ടുള്ള പാൽ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ വറുത്ത കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. അതുപോലെ അവൽ, കുറച്ചുകൂടി tutti frutti. ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ചെറിയ പഴമൊക്കെ ആണെങ്കിൽ 3-4 എണ്ണമൊക്കെ എടുക്കാം. അവൽ മിൽക്ക് നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കണം. വെച്ചിട്ടൊന്നും കഴിക്കരുത്. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ അവലൊക്കെ അങ്ങ് സോഫ്റ്റായി പോകും. ക്രിസ്പി ആയിട്ടിരിക്കുമ്പം തന്നെ കഴിക്കണം. പാലൊക്കെ നല്ലതായിട്ട് തണുപ്പിച്ച് വേണം എടുക്കാൻ. അതുപോലെ പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് അത് മിക്സിയിലൊന്ന് അടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു അവൽ മിൽക്ക് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.